നമസ്കാരം. നമ്മൾ പലപ്പോഴും റൂഫിങ്ങിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ റൂഫിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും എന്തൊക്കെ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യാമെന്നാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു 5-6 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മുന്നേ നമ്മൾ സംസാരിച്ചിരുന്നു, നമ്മുടെ സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈൽ. പലപ്പോഴും പലരും പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈൽ ആഫ്റ്റർ 1 ഇയർ എന്താണ് സംഭവിക്കുകയെന്ന് ചോദിച്ചിട്ടുണ്ട്. കാര്യം ഇത് ഷിംഗിൾസിനോട് പലതരത്തിലും താരതമ്യം ചെയ്യുന്നതുകൊണ്ട് 1 കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഈ വീടും ഈ വീഡിയോയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 1 കൊല്ലമായിട്ടുള്ള വീടാണ്. നമുക്ക് സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈൽ 1 കൊല്ലം കഴിഞ്ഞാലും എങ്ങനെ ഇരിക്കും, എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ഒരു പക്കാ ഫോളോ അപ്പ് വീഡിയോയാണ് ഇന്ന് നമ്മൾ നൽകാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം നമ്മുടെ അഫ്ര ഇന്ത്യ ട്രേഡിംഗ് ആൻഡ് റെനോവേഷൻസിൻ്റെ, അതായത് നമ്മൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു 1.5 കൊല്ലമായിട്ടില്ലേ ലാസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ പത്തനംതിട്ടയിലായിരുന്നു. അന്ന് നമ്മൾ കാണിച്ചത് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ, നമ്മളെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇതുപോലെ ഒരു പകൽ സമയമായിരുന്നു, വെളുപ്പിനെയായിരുന്നു. ഇത് എത്ര വർഷമായി ഇപ്പോൾ ചെയ്തിട്ട്? ഇതിപ്പോ ചെയ്തിട്ട് 1 വർഷത്തിന് മേലെയായത്, 1 കൊല്ലത്തിന് മേലെയായി. ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്ന് പറഞ്ഞു തന്നെ വീണ്ടും പറഞ്ഞ ഇത് റിപ്പീറ്റാണ്. അതെ. അതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ 1 കൊല്ലമായി എന്ന് പറഞ്ഞു. ഇതിപ്പോൾ അവർ വാർത്ത് ചെയ്തിരിക്കുന്ന അതിന്റെ മുകളിലോട്ട് നമ്മൾ ചെയ്തിരിക്കുക. വാർപ്പല്ല, പിന്നെ ഡ്രസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓ, ജസ്റ്റ് പർലിംഗ് അടിച്ച് വളരെ കോസ്റ്റ് കുറച്ച് ചെയ്തിരിക്കുന്ന സൈറ്റ്. ഓ ശരി. സൺഷൈഡിലൊക്കെ ഡയറക്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നു, അല്ലാത്തടത്ത് നമ്മൾ പർലിംഗ് അടിച്ച് കയറിയിരിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഇതിനകത്ത് 2-3 കാര്യങ്ങൾ, അതായത് നമ്മൾ പലപ്പോഴും വാറന്റിയാണ് പറയുന്നത്. അതെ. നമുക്ക് എത്ര വർഷത്തെ വാറന്റി ഉണ്ട്? കമ്പനി 50 വർഷം വാറന്റി കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. ഈ 50 വർഷം വാറന്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാനായിട്ടുള്ളൊരു സംശയം, 50 വർഷം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കമ്പനി അത്രയും വർഷം ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ റിട്ടേൺ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാറന്റി കാർഡ് പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? അതായത് നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ 35 വർഷം ആയ കമ്പനിയാണ്. നമ്മളിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ അതിന്റെ വാറന്റി കിട്ടണമെങ്കിൽ ഈ കമ്പനി വന്നിട്ട് എത്ര വർഷമായി എന്നുള്ളത് നോക്കാം. നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുകയാണെങ്കിൽ കൂണ് പോലെ ഒരു പ്രൊഡക്റ്റ് പുതുതായിട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോപ്പി ആയിട്ട് കൂണുപോലെ കമ്പനികൾ വന്നുകൊണ്ടിരിക്കുക, മെയിനായിട്ട് ചൈനീസ് ബ്രാൻഡുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ ഇല്ലാണ്ടായി പോകുന്നുണ്ട്, നമ്മൾ ആരും അറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുകയാണെങ്കിലും ആ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്കറിയാവുന്നത് ഈ റൂഫിംഗ് മെറ്റീരിയൽസിനെ പറ്റി മാത്രമാണ്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും വേറൊരു പ്രൊഡക്റ്റാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കണമല്ലോ. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കാര്യമായിട്ട് ഉള്ള സമയമാണ്. നമുക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റിനെ പറ്റിയും പിന്നെ കൂടുതൽ വിവരങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ ആണെങ്കിൽ പോലും ഇപ്പോൾ സ്റ്റോൺസ് ആണെങ്കിൽ പോലും പല ടൈപ്പ് സ്റ്റോൺസ് വരുന്നുണ്ട്. സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈൽ എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാരുടെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഇതെല്ലാം ഒരൊറ്റ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളൊരു സാധനം. അതെ. അപ്പോൾ അതിനകത്തുനിന്ന് വ്യത്യസ്തമാണ് അല്ലേ ഇത്? നമുക്ക് അകത്തോട്ട് തന്നെ കയറാം, നടന്നുകൊണ്ട് തന്നെ സംസാരിക്കാൻ തോന്നുന്നു. അപ്പോൾ ഈ സ്റ്റോൺ കോട്ടഡ് റൂഫ് ടൈലിൽ അങ്ങനെ വ്യത്യാസം ഉണ്ടോ? സ്റ്റോൺ കോട്ടഡ് ടൈപ്പ് ഷീറ്റ് എന്ന് വെച്ചാൽ പല ടൈപ്പ് മെറ്റീരിയൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മെയിൻ ആയിട്ട് വരുന്നത് വെച്ചാൽ അലൂസിംഗ് തന്നെയാണ്. അലൂസിംഗ് ആണെങ്കിലാണ് തുരുമ്പെടുക്കാതിരിക്കുക. പക്ഷെ നമുക്ക് പലതരത്തിൽ ഇന്ന് മാർക്കറ്റിൽ നമ്മളെ കബളിപ്പിക്കുന്ന തരത്തിൽ, അതായത് ഈ ചൈനയിൽ നിന്നൊക്കെ വരുന്ന പല പ്രൊഡക്റ്റിന് അടിയിൽ ഇതിന്റെ GSM കാര്യങ്ങൾ പലതും മെൻഷൻ ചെയ്ത് തന്നെ വരുന്നുണ്ട്. പക്ഷെ പാസ് ആവുന്നില്ല. അത് എഴുത്തുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ടെസ്റ്റ് റിപ്പോർട്ടുകൾ ചോദിക്കണം. നമ്മുടെ ഇന്ത്യൻ ലബോറട്ടറിയിൽ അത് NABL അക്രഡിറ്റേഷൻ ലാബിലെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ തന്നെ നമ്മൾ ചോദിക്കണം. ഇത് NABL അക്രഡിറ്റേഷൻ ടെസ്റ്റിംഗിൽ അവിടെ ചെയ്യുന്ന സാധനം തന്നെയാണ്. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് കൊടുക്കുമ്പോൾ ഇവരൊരിക്കലും ഇത് ടെസ്റ്റ് നടത്തുന്നില്ല. പക്ഷെ നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിന് കൊടുക്കുമ്പോൾ അവരിത് പുറത്ത് NABL അക്രഡിറ്റേഷൻ ലാബിൽ ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പലയിടത്തും കാണുന്നതാണ് ഇതിനടിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് പലയിടത്തും പാസ്സാവുന്നില്ല. അത്ര GSM ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ട മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഏത് പ്രൊഡക്റ്റ് നമ്മൾ കണ്ടാലും ഇതിൽ പല ബ്രാൻഡുകളെ പറ്റി നമ്മൾ പഠിക്കുക. കാരണം ഇന്ന് ഒരുപാട് ബ്രാൻഡുകളുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ഏതാണെന്ന് കണ്ട് ഇതിനെപ്പറ്റി എല്ലാം പഠിച്ചതിന് ശേഷം ഇതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ കാര്യങ്ങൾ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ചൂസ് ചെയ്യുക. ഇത് മാത്രമല്ല, നമ്മൾ വാറന്റി നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്ക് വാറന്റി കാർഡായിട്ട് തന്നെ വേണം. പല ബ്രാൻഡുകളും ഇപ്പം നമുക്ക് കാണാം, സോഷ്യൽ മീഡിയയോടെ പറയുന്നത് ഞങ്ങൾക്ക് 50 വർഷം ഇത്ര വർഷം എന്നൊക്കെ വാറന്റി പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന വാറന്റി ഇവരാരും വാറന്റി കാർഡ് കൊടുക്കുന്നില്ല. ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽ അഗെയിൻസ്റ്റ് വാറന്റി എന്ന് പറയും. ഇപ്പൊ പല പ്രോഡക്റ്റിനും കാണുന്നത് ഒരിക്കലും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല.
അതുകൊണ്ട് നമുക്ക് വാറന്റി കാർഡായിട്ട് തന്നെ കിട്ടുമോ എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ പാർട്ടിയോട് ചോദിക്കും. അങ്ങനെ കിട്ടുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റ് മാത്രം ചൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വരുന്ന സ്റ്റോൺസ് ആണെങ്കിൽ പോലും പല ടൈപ്പ് സ്റ്റോൺസ് മാർക്കറ്റിൽ വരുന്നുണ്ട്. മെയിനായിട്ട് വരുന്നത് ചൈനീസ് സ്റ്റോൺസ്. അതെന്ന് വെച്ചാൽ പെട്ടെന്ന് കളർ ഫെയ്ഡിങ് വരുന്നതാണ്, വളരെ പെട്ടെന്ന് തന്നെ. പിന്നീട് വരുന്ന സെറാമിക് സ്റ്റോൺസ്, അതാണ് പെട്ടെന്ന് പായല് പൂപ്പല് പോലുള്ളൊക്കെ വരിക. വോൾക്കാനിക് സ്റ്റോൺസിൽ മാത്രമാണ് ഇത് പിഗ്മെന്റ് ചെയ്തതിന് ഏറ്റവും കൂടുതൽ കാലം കളർ ഫെയ്ഡിങ് വരാതിരിക്കും. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ കാലം പായല് പൂപ്പലിനെ റെസിസ്റ്റ് ചെയ്യുന്ന വോൾക്കാനിക് സ്റ്റോൺ. അതാണ് നമ്മളിപ്പോ കഴിഞ്ഞിട്ട് ഒരു കൊല്ലമായി. തീർച്ചയായും ഇപ്പോഴും അതിനകത്ത് ഈ പറഞ്ഞ യാതൊരു തരത്തിലുള്ള പായലോ പൂപ്പലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ക്രാക്സ് വരുമ്പോഴത്തേക്കാണ് എപ്പോഴും ഫംഗൽ അറ്റാക്കുകൾ ഉണ്ടാവുക. ക്രാക്സ് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നമുക്ക് അങ്ങനെ വരാനായിട്ടുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ്. മുകളിൽ ഒരു ട്രാൻസ്പെറന്റ് അക്രിലിക് വാർണിഷ് കൂടി പ്രൊവൈഡ് ചെയ്താണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ വരുന്നത്. ശരി. പിന്നെ ഇത് മാത്രമല്ല, ഒരുപാട് പൊടി പിടിക്കുന്ന മേഖലയിലാണെങ്കിൽ പോലും നമുക്ക് പ്രീമിയം ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് പ്രഷർ വാഷ് ചെയ്യാൻ പറ്റും. അതെ, ഓക്കെ. പക്ഷെ അല്ലാതെ പൊടിഞ്ഞങ്ങ് പോകും അല്ലേ? തീർച്ചയായും. പക്ഷെ ഇതൊന്നും ഇതിന്റെ വാറന്റിയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായി. ചുമ്മാ വാറന്റി ഉണ്ടെന്ന് പറഞ്ഞത് മാത്രമായില്ലല്ലോ, വാറന്റി കാർഡായിട്ട് തന്നെ കിട്ടണം. നമ്മളിപ്പോൾ ഏതൊരു കസ്റ്റമർ ആണെങ്കിൽ പോലും ഇതിനെപ്പറ്റിയെല്ലാം പഠിച്ച് കാര്യമായിട്ട് പഠിച്ച് ഇവരോട് ഇത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് മെറ്റീരിയൽ എടുക്കാവുള്ളൂ. ഇത് പ്രധാനമായിട്ടും നമുക്കൊരു മെറ്റീരിയൽ പ്രൊവൈഡേഴ്സ് കൃത്യമായിട്ടൊരു പ്രൊഡക്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ക്വാളിറ്റി പ്രൂവൺ ആയിട്ടുള്ളൊരു ക്വാളിറ്റി ആയിരിക്കും. തീർച്ചയായും. ഇപ്പോൾ അതാണ് ഇപ്പോൾ പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ തന്നെ കമൻറ്റ് വന്നിട്ടുണ്ട്, സ്റ്റോൺ കോട്ടൺ റൂഫ് ടൈൽ എടുത്തിട്ട് അവർ പ്രഷർ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രാന്യൂൾസ് തെറിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് പലപ്പോഴും. അതിപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ബ്രാൻഡ് അല്ല എടുത്ത് പറയാം, ആ പ്രൊഡക്റ്റിനെ കോമൺ ആയിട്ടാണ് പറയുക. ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റോൺ കോട്ടൺ റൂഫ് ടൈൽ, അതുപോലെ ജിപ്സം പ്രോഡക്ട്സ് ഇതെന്നൊക്കെ പിന്നെ സോളാർ, ഇതെല്ലാം അതിനൊരു പ്രത്യേക ഒരു ബ്രാൻഡ് ഇതുവരെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത നമ്മുടെ ജനങ്ങൾക്കിടയിൽ. സോ അതുകൊണ്ട് അതിനെ ഒരു കോമണൈസ് ചെയ്തിട്ടാണ് പൊതുവെ ആൾക്കാരെ സംസാരിക്കും. ഇപ്പോൾ സോളാറിനെ കൂടെ സംസാരിക്കും, എൻ്റെ വീട്ടിൽ വെച്ച സോളാറിനെ എന്ന് പറഞ്ഞു പറയും. എന്ന് പറഞ്ഞ പോലെയാണ് ജിപ്സം മെറ്റീരിയലും അതേപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റോൺ കോട്ടൺ റൂഫ് ടൈലിന്റെ സംഗതി. സ്റ്റോൺ കോട്ടണും ഷിംഗിൾസും അങ്ങനെ തന്നെയാണ്. അത് ഇതുവരെ ഒരു സെപ്പറേറ്റ്. നമ്മുടെ നാട്ടിലെ ഷിംഗിൾസ് ഒരുപാട് സൈറ്റുകൾ നമുക്ക് വളരെ മോശമായിട്ട് കിടന്നതാണ്. ഷിംഗിൾസിന്റെ പ്രോബ്ലം അല്ല, നമ്മൾ ചൂസ് ചെയ്ത മെറ്റീരിയലിന്റെ പ്രശ്നം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് എപ്പോഴും ആൽഗെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമുക്കൊക്കെ ഒരുപാട് ടൈപ്പ് പ്രൊഡക്ട്സ് നമുക്കും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് രണ്ടേ ഐറ്റം മാത്രമാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് പറ്റുള്ളൂ, കേരളത്തിലെ കാലാവസ്ഥ. നമ്മൾ ഇന്ത്യയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നമില്ല, കാരണം ഇതുപോലെ തന്നെ മഴയും വെയിലൊന്നും മാറി മാറി വരുന്ന കാലാവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ അവിടെയൊന്നും ആ പ്രൊഡക്റ്റ് പ്രശ്നമായിരിക്കില്ല, ഇവിടെ പ്രത്യേകമായിട്ട് കിടന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെല്ലുന്ന ആള് കസ്റ്റമറെ ഇത് ഏത് പ്രൊഡക്റ്റാണ് നമ്മുടെ നാട്ടിൽ പറ്റുക എന്നുള്ള അവരെ ബോധ്യപ്പെടുത്തണം. പക്ഷെ അതിന് പകരം അവരെ ക്യാൻവാസ് ചെയ്ത് ഏതെങ്കിലും പ്രൊഡക്റ്റിലേക്ക് ഇവരെ കൊണ്ട് ചാടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ളത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീടിന് തൊട്ടടുത്താണ്. വീടിൻ്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ, അതായത് നമ്മുടെ പുതുപ്പള്ളി വരുന്ന മീനടം വന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ ആലാമ്പള്ളി, പാമ്പാടി ആലാമ്പള്ളി എത്തുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ മീനടത്തിൻ്റെ പാമ്പാടിയുടെ ബോർഡർ. കസ്റ്റമർ സ്ഥലത്തില്ലല്ലേ? ഇല്ല, അദ്ദേഹം എബ്രോഡാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല, ഫോണിൽ. ശരി. ആളെങ്ങനെ ഇതിലോട്ട് എത്തുന്നത്? കാര്യം നമ്മുടെ ഏരിയയില് സ്റ്റോൺ കട്ടർ റൂഫ് ടൈല് അത്ര പ്രചാരത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും മറ്റോ പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലെ സുഹൃത്തുക്കളും എല്ലാവരും സെറാമിക് ടൈലിലേക്ക് എതിർപ്പായിരുന്നു. പറഞ്ഞു എനിക്ക് ഇത് ചെയ്യാൻ പേടിയാന്നുള്ള ഇതിലാണ് പറഞ്ഞത്. പക്ഷെ പുള്ളിക്ക് ഇത് കാഴ്ചക്ക് കണ്ട് ഭംഗിയുണ്ട്, പുള്ളിക്ക് വളരെയധികം ഇഷ്ടമുണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് ഇത് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇതിന്റെ കമ്പാരിസൺ പുള്ളി ആദ്യം ഒന്ന് പഠിച്ചു. കാരണം ഇത് സെറാമിക് ടൈൽ ചെയ്യുമ്പോൾ എങ്ങനെ, ഇപ്പൊ സെറാമിക് ടൈലൊക്കെ ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെവി വെയിറ്റ് ആവും, ലോഡ് നല്ലോണം. ഒരു നമുക്കും സെറാമിക് ടൈൽ വരുന്നത്, സെറാമിക് ടൈലിന്റെ ഒരു ടൈലിന്റെ വെയിറ്റ് 2.5 കിലോ വരും. അപ്പൊ 2 അടി ഗ്യാപ്പിൽ നമ്മൾ റാഫ്റ്റർ കൊടുക്കണം. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കുറവായതുകൊണ്ട് 1.5 മീറ്റർ 1.25 മീറ്റർ ഗ്യാപ്പിൽ റാഫ്റ്റർ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഡ്രസ്സിന്റെ മെറ്റീരിയലൊക്കെ 30% അവിടെ കുറയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പൊതുവെ അതിന്റെ റേറ്റ് മാത്രമേ നോക്കുള്ളൂ, ഇതിന്റെ ഇൻസ്റ്റലേഷന്റെ ബുദ്ധിമുട്ട് അതിന്റെ ചാർജ് നോക്കുന്നില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം രണ്ടിനെ പറ്റിയും പഠിച്ചു, കാര്യമായിട്ട് പഠിച്ചിട്ടാണ്. കുറെ സമയം പഠനത്തിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റിലേക്ക് നമ്മളോട്ടെത്തുന്നത്. ആ സമയത്തും പുള്ളി ഭയങ്കര പേടിയോടുകൂടി തന്നെ കണ്ടത്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഈ പ്രൊഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ മുകളിൽ തരിതരിയായിട്ടാണല്ലോ ഇവിടെയൊക്കെ അഴുക്ക് പിടിച്ച എന്ത് ചെയ്യുന്നുള്ള ഇതില്. പക്ഷെ അദ്ദേഹം ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ പല പ്രാവശ്യം വിളിച്ചിരുന്നു. കാരണം ഇതിലേക്ക് വന്നിട്ട് ഇപ്പോൾ പലരും പുള്ളിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ്. എനിക്ക് ഒരുപാട് റെഫറൽ അതിന് ശേഷം കിട്ടി. ഇപ്പോൾ 1 വർഷത്തിന് ശേഷം ഇപ്പോൾ ഒരുപാടായി. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടും ഈ ബന്ധം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ മുറ്റത്ത് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതിനടുത്തൂടെ പോകുന്നവർക്ക് നല്ല റോഡാണ്, അടിച്ചു വിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഈ വീടിന്റെ മുകൾ ഭാഗം വരെ നമുക്ക് വഴിയിൽ കാണാൻ സാധിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. എനിക്കിതിന്റെ ഒരു ആവറേജ് നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, ആവറേജ് കോസ്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ എത്രയാണ് ഇപ്പം നമുക്ക് വരിക? ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര റേറ്റിലേക്ക് പോകും. പക്ഷെ നമുക്ക് ഇതിനൊക്കെ ഒരു കമ്പനി ഡയറക്റ്റ് ചാനൽ പാർട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ 90 റുപ്പീസ് വരെ മേലേക്ക് തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്.
ഇതിൽ 90 റുപ്പീസ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ക്വാളിറ്റി പ്രൊഡക്റ്റിന്റെ റേറ്റാണ് പറയാ. ഇത് എനിക്ക് തോന്നുന്നു 75-80 രൂപ തൊട്ടൊക്കെ നമുക്ക് അവൈലബിൾ കിട്ടും. അങ്ങനെയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറ്റില്ല. പ്രൊഡക്റ്റ് ഏതെടുത്താലും നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അതിന്റെ ക്വാളിറ്റി പഠിക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് റേറ്റ് മാറുന്നത്. യെസ്, അത് നമ്മൾ കൃത്യമായിട്ട് അഷ്യൂർ ചെയ്തിട്ടാണ് ഒരു കസ്റ്റമർക്ക് കൊടുക്കുക അല്ലേ? തീർച്ചയായും. എന്നാലും നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റുള്ളൂ, നാളെ നിലനിൽക്കണം. യെസ്, തീർച്ചയായിട്ടും. ഇതിപ്പോ നമുക്ക് എവിടേക്കാണ് സർവീസ്? നമ്മൾ ഇന്ത്യയിൽ എവിടെയും നമ്മൾ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത്. അതായത് നമുക്ക് മെയിൻ വെയർ ഹൗസുകൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ കൂടാതെ തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്ക് കോയമ്പത്തൂർ ഈച്ചനാരി, മുംബൈ ഭിവണ്ടി, ഡൽഹി ഗാസിയാബാദ്, അങ്ങനെ നമുക്ക് വേറെ വെയർ ഹൗസുകൾ വരുന്നുണ്ട്. എവിടെയും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, കൊടുക്കാൻ പറ്റും. കേരളത്തിൽ എവിടെയും ഫ്രീ ഡെലിവറി ആയിട്ട് എത്തിക്കുന്നുണ്ട്. ഫ്രീ ഡെലിവറി തീർച്ചയായും. യഥാർത്ഥത്തിൽ ഏതൊരു പ്രൊഡക്റ്റ്, അത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ ബേസിക് സംഗതി എന്ന് പറഞ്ഞാൽ പ്രൈസിനേക്കാൾ ഉപരി ക്വാളിറ്റിയാണ്. പണ്ട് ആൾക്കാർ പ്രൈസ് നോക്കിയിരുന്നു. ഇന്ന് ഈ പ്രൈസ് നോക്കി ചെയ്തതൊക്കെ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്ന് എല്ലാവരും നോക്കുന്ന ക്വാളിറ്റിയാണ്. തീർച്ചയായും. കാരണം പ്രൈസ് നോക്കി ചെയ്താൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അവിടെ വീണ്ടും മെയിൻ്റനൻസ് ആയി പല തീർച്ചയായും. അപ്പോൾ അതാണ് പറഞ്ഞത്, വളരെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആകും എന്നുള്ളതാണ്. അത് പറഞ്ഞു, കേരളത്തിൽ നല്ല ഇന്ത്യയിൽ എവിടെയും അവൈലബിൾ ആക്കുന്ന രീതിയിൽ ഫ്രീ സർവീസ്, കേരളത്തിൽ ഫ്രീ സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? എവിടെയും ഫ്രീ സർവീസ് ഫ്രീ ഡെലിവറി ചെയ്തു തരും എന്നുള്ളതാണ് പ്രത്യേകത. ഇതേ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഫോളോ അപ്പ് വീഡിയോ ആണ്. അതാണ് ഇനി അധികം ലെങ്തി അല്ലാതെ വളരെ ഷോർട്ടായിട്ട് ഞങ്ങൾ എത്തിയത്. കാരണം വെച്ചാൽ ഇപ്പോൾ കസ്റ്റമർ ഇവിടെ ഉണ്ടായിരുന്ന നമുക്ക് പുള്ളിയുടെ ഒരു അടിപൊളി റിവ്യൂ കിട്ടിയാണ്. കാര്യം നല്ലൊരു കസ്റ്റമറുടെ ഡയറക്റ്റ് റിവ്യൂ എടുക്കാൻ നമുക്ക് പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു ഇത് കുറച്ച് ദിവസം ഡിലേ ആക്കി വെക്കുകയാണെങ്കിൽ അദ്ദേഹം വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് ദിവസം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എവിടെ നിന്ന് എത്താൻ സാധിക്കാത്തതുകൊണ്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ആൾ വരാണ്ടിരുന്നതാണ്, അതിനിടയ്ക്കൊന്ന് ഡിലേ ആയി. അപ്പോൾ അടുത്ത ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് കാണാം. തീർച്ചയായും. എപ്പോഴും എടുത്തു പറയേണ്ട ഒരു സാധനം സർവീസാണ്. അത് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നാണ് പ്രത്യേകത. തീർച്ചയായും. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായും. നമ്മൾ ഒറ്റ ഇതേ ചെയ്യുന്നുള്ളൂ, ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രം, പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് വളരെ കൃത്യമായിട്ട് കിട്ടും. നമ്പറേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നേരിട്ട് വിളിച്ചു. നിങ്ങൾ കേരളത്തിൽ എവിടെ ആയിക്കോട്ടെ, ഇന്ത്യയിൽ എവിടെ ആയിക്കോട്ടെ, പറഞ്ഞതുപോലെ കൃത്യമായിട്ട് എത്തിച്ചേരും. വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോയുമായി. അതുവരെയും അജയ് ശങ്കർ സൈനിങ്, ഡോക്ടർ ഇന്ത്യ.